ഹലോ നമസ്കാരം. എല്ലാവർക്കും ചേസ് യുവർ ഡ്രീം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് SCERT സീരീസ് ആണ്. ക്ലാസ് 7 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5 ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് 6ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 6ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാണ്. എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അപ്പൊ ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കഴിഞ്ഞ 5 ചാപ്റ്ററിന്റെ ക്ലാസ് കൂടി കാണുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ PSC ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ കഴിഞ്ഞ 5 എണ്ണവും. അപ്പൊ തീർച്ചയായും നിങ്ങൾ അത് കാണുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ തരുന്ന കമന്റ് ആണ് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനം നൽകുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് എന്തെല്ലാം എന്നോട് പറയാനുണ്ടോ, ക്ലാസ് മെച്ചപ്പെടുത്തണമോ, കൂടുതൽ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനെയുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് വരുന്ന ക്ലാസ്സുകൾ നമ്മൾ മാറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതൽ മുഖവരയൊന്നുമില്ല, ക്ലാസ്സിലേക്ക് കടക്കാം. 6ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് കേൾക്കുന്നത്, കുഞ്ഞു ക്ലാസ്സിലെന്നല്ല, നമ്മൾ ചെറുതായിരുന്നപ്പോഴേ കേൾക്കുന്ന കാര്യമാണ്. നമ്മുടെ ഭൂമിയിൽ 2 ഭാഗവും 2 ഭാഗവും വെള്ളമാണ്, നിറയെ വെള്ളമാണ്. വെള്ളമടിക്കാരനാണ് നമ്മുടെ ഭൂമി, അല്ലെ? നിറയെ വെള്ളമാണ് നമ്മുടെ ഭൂമിയിൽ. അതിൽ ഒരു ഭാഗം മാത്രമാണ് കരയുള്ളത്. അവിടെയാണ് നമ്മളൊക്കെ ഈ ചവിട്ടി നിൽക്കുന്നത് എന്ന് നമ്മൾ ചെറുതിലേ നമ്മളിങ്ങനെ കേൾക്കുന്ന കാര്യമാണ്. അപ്പൊ അത് തന്നെയാണ് അവരിവിടെയും പറഞ്ഞിരിക്കുന്നത്. 2/3 ഭാഗവും സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. പല പേരുകളിൽ അറിയപ്പെടുന്ന സമുദ്രമുണ്ട്. നമുക്കറിയാം, പസഫിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം എന്ന് വേണ്ട പലതരം സമുദ്രങ്ങളുണ്ട്. പിന്നെ പലതരം കടലുകളുണ്ട്. ഇതെല്ലാം എന്താണ്? ഈ കടലുകളെല്ലാം സമുദ്രത്തിന്റെ ഭാഗമാണ്. ഈ സമുദ്രങ്ങളെല്ലാം തന്നെ ഒത്തുചേർന്ന് ഒരൊറ്റ ഭാഗമായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇഷ്ടമുള്ള ഓരോരോ പേരുകളിട്ട് അവയെ വിളിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. സമുദ്രം ഒഴികെ ഭൂമിയുടെ ഭാഗം കരയാണ്. എന്നാൽ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നാണോ സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ നോക്കൂ, തെക്കേ അമേരിക്കയും ആഫ്രിക്കയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വടക്കേ അമേരിക്കയും ആഫ്രിക്കയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്, അല്ലെ? കൂടുതൽ എങ്കും വേണ്ട. നമ്മുടെ ഇന്ത്യയും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്കയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പുതിയ ആധുനികവൽക്കരണം വഴി നമ്മൾ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ജിയോഗ്രഫിക്കലി, പ്രകൃതിദത്തമായിട്ട് യാതൊരുവിധ ബന്ധവും തന്നെ ഇല്ല. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. എന്താണ്? ഭൂഖണ്ഡങ്ങൾ. ഭൂമിയെ ഖണ്ഡമായി ഇട്ടിരിക്കുന്നു, ഭൂമിയെ കഷ്ണമായി മുറിച്ചിട്ടിരിക്കുന്നു. ഭൂഖണ്ഡങ്ങൾ അഥവാ കരയുടെ കഷ്ണങ്ങൾ വൻകരകൾ എന്ന് വിളിക്കുന്നു. വിസ്തൃത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. നൽകിയിട്ടുള്ള ഭൂപടം, ചിത്രം 6.1, ഗ്ലോബ് എന്നിവ നിരീക്ഷിച്ച് വിവിധ ഭൂഖണ്ഡങ്ങൾ പട്ടികപ്പെടുത്തൂ. ഇതിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയായ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും വലിയ വൻകര എന്ന് പറയുന്നത് ഏഷ്യയാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ 2ാമത്തെ വൻകര ഏതാണ്? ആഫ്രിക്കയാണ്. ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. അങ്ങനെയെങ്കിൽ ദ തേർഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്, ഏറ്റവും വലിയ 3ാമത്തെ വൻകര ഏതാണ്? വടക്കേ അമേരിക്കയാണ്. വടക്കേ അമേരിക്ക കഴിഞ്ഞാൽ തെക്കേ അമേരിക്ക കഴിഞ്ഞാൽ അന്റാർട്ടിക്ക കഴിഞ്ഞാൽ യൂറോപ്പ്. ഏറ്റവും വലിയ 6ാമത്തെ വൻകരയാണ് യൂറോപ്പ്. ഏറ്റവും ചെറുത് ചോദിച്ചാൽ അത് നമ്മുടെ ഓസ്ട്രേലിയയാണ്. അന്റാർട്ടിക്ക അല്ല കേട്ടോ. അന്റാർട്ടിക്ക കുറച്ച് ഇങ്ങനെ നീളത്തിന് കിടപ്പുണ്ട്. അന്റാർട്ടിക്ക അല്ല, ഓസ്ട്രേലിയയാണ് ഏറ്റവും ചെറിയ കോണ്ടിനെന്റ് എന്നുള്ള കാര്യവും കൂടി ഓർക്കുക. നമുക്ക് ആകെ 7 കോണ്ടിനെന്റ്സ്, 7 വൻകരകളാണ് ഉള്ളത്. അടുത്തത് ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ സബ് കോണ്ടിനെന്റ്. നമ്മുടെ ഇന്ത്യ ഒരു ഉപഭൂഖണ്ഡമാണ്, അല്ലെ? ഇന്ത്യ രാജ്യമല്ല. ഇന്ത്യയും ഇന്ത്യയുടെ അടുത്തുള്ള കുറച്ച് രാജ്യങ്ങളൊക്കെ ചേർന്നിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആയിട്ട് രൂപപ്പെട്ട് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അതിനെ പറ്റിയൊക്കെയാണ് പറയാനുള്ളത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരുന്ന രാജ്യങ്ങൾ ഏതെല്ലാം, എന്തൊക്കെ ഭൂപ്രകൃതികളാണ് കാണപ്പെടുന്നത്, ഇതൊക്കെയാണ് ഈ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉപഭൂഖണ്ഡം
ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. ഏതാണ്? പാമീർ പീഠഭൂമി. പാമീർ പീഠഭൂമിയാണ്, നമുക്ക് കേട്ടിട്ടുള്ള പേരാണ് പാമീർ പീഠഭൂമി. ഈ പാമീർ പീഠഭൂമിയാണ് എന്ത് ചെയ്യുന്നത്? ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ അതായത് ഇതാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗം എന്ന് പറയുന്നത്. ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ എന്ത് ചെയ്യുന്നു? ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നു. നമുക്കറിയാം ഈ നമ്മുടെ കൊറിയയൊക്കെ ഏഷ്യയിലുള്ളതാണ്, കൊറിയ. അപ്പൊ അവിടെയൊക്കെ ഉള്ളൊരു നമ്മൾ കൊറിയൻ ഡ്രാമാസ് ഒക്കെ നിങ്ങൾ പലരും കാണുന്നതാണ്. അതിൽ കണ്ടിട്ടില്ലേ, അവരെപ്പോഴും നല്ല തണുത്ത കാലാവസ്ഥയും അവരുടെ ക്ലൈമറ്റും ഒക്കെ വേറെയാണ്, നമ്മുടേതിനേക്കാളും വേറെയാണ്. അവർ അത്യാവശ്യം എന്താണ് ഏകദേശം യൂറോപ്പിലോട്ട് സാമ്യമുള്ള ഒരു ക്ലൈമറ്റ് ആണ്. ആ സെയിം ഒന്നല്ല ഞാൻ പറയുന്നത്, അതിനോടൊക്കെ സാമ്യമുള്ള ഒരു ക്ലൈമറ്റ് ആണ് അവർക്ക് ലഭിക്കുന്നത്. പക്ഷെ അതാണോ നമ്മൾ ഈ തെക്കേ ഏഷ്യക്കാർക്ക് ലഭിക്കുന്ന ക്ലൈമറ്റ്? അല്ലല്ലേ. അപ്പം അത്തരത്തിലൊരു വ്യത്യാസം ഉണ്ടാകാറുണ്ട്. ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത് ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി. അപ്പൊ എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്? ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വലിയ വലിയ കൊടുമുടികളുണ്ട്, വലിയ പർവ്വത ശിഖരങ്ങളുണ്ട്, വിശാലമായ സമതലങ്ങളുണ്ട്, നമ്മുടെ ഉത്തരമഹാസമതലം പോലെയുള്ള വലിയ വിശാലമായ സമതലങ്ങളുണ്ട്, മരുഭൂമികളുണ്ട്, നമുക്ക് നല്ല മരുഭൂമികളുണ്ട്, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി, നമ്മുടെ ഡെക്കാൻ പീഠഭൂമി, നമുക്ക് വയനാട് പീഠഭൂമിയുണ്ട്, അങ്ങനെ ഒത്തിരി പീഠഭൂമികളുണ്ട്, തീരസമതലങ്ങളുണ്ട്, ദ്വീപുകളുണ്ട്, മാലിദ്വീപ്, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, അങ്ങനെ പല പല ദ്വീപുകളുണ്ട്. ഈ ദ്വീപുകളൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ അടുത്ത് നമുക്ക് നോക്കാം ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്നത് പാമീർ പീഠഭൂമിയാണ്. ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വത നിരകളുടെ സംഗമ സ്ഥാനമാണ് പാമീർ മേൽക്കൂര അല്ലെങ്കിൽ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്. ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ്. ഓർക്കുക, പാമീർ പർവ്വത നിരകളിൽ സംഗമിക്കുന്ന പർവ്വത നിരകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ, പാമീർ പീഠഭൂമിയിൽ സംഗമിക്കുന്ന പർവ്വത നിരകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ടിയാൻഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും, കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വത നിരകളും, പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വത നിരയും സ്ഥിതി ചെയ്യുന്നു. എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ എന്താണുള്ളത്? ഹിമാലയ പർവ്വതമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് വരുന്നതേ കിടക്കുന്നു നമ്മുടെ ഹിമാലയ പർവ്വതമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് വരുന്നത്. പിന്നെന്താണ്? കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിര. കിഴക്കേ അതിർത്തി ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തി ഇതാണല്ലേ, ഇതാണ് കിഴക്ക്. ഇവിടെ വരുന്നത് അരക്കൻ പർവ്വതനിരയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അതിർത്തിയിൽ വരുന്നത്. അരക്കൻ പർവ്വതനിരയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് വരുന്നത്. കിഴക്ക് അരക്കൻ, അങ്ങനെ ഓർക്കുക, കിഴക്ക് അരക്കൻ. പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര. നമുക്കറിയാം ഹിന്ദുക്കുഷ് പാകിസ്ഥാനിലാണ്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഓർക്കുക, ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര. അതെ കണ്ടു, ഇവിടാണ് നമ്മുടെ ഹിന്ദുക്കുഷ് വരുന്നത്. ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ് പടിഞ്ഞാറ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് തെക്കേ അതിർത്തിയിൽ വേറെ ഒന്നുമില്ല. എന്താണുള്ളത്? തെക്കേ അതിർത്തിയിൽ നിറയെ എന്താണ്? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രം തെക്കേ ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട്. തെക്കേ അതിർത്തിയിൽ ഇന്ത്യൻ മഹാസമുദ്രം. ഇതാണ് നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ അല്ലെങ്കിൽ അതിർവരമ്പുകൾ. വടക്ക് ഹിമാലയം, ഇവിടെ പറയാം വടക്ക് ഹിമാലയം, കിഴക്ക് അരക്കന്യോമ, പിന്നെന്താണ്? വടക്കല്ല, വടക്ക് ഹിമാലയം, കിഴക്ക് അരക്കന്യോമ, പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദുക്കുഷ് ഉണ്ട്. തെക്ക് എന്തുണ്ട്? തെക്ക്
ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ട്. അപ്പൊ നമുക്ക് വടക്ക് തെക്ക് അങ്ങനെ പറയാം. വടക്ക് എന്താണ്? വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് അരക്കൻ പർവ്വതം, എന്താണ് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർവരമ്പുകൾ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ പലതരം സമുദ്രങ്ങളുണ്ട്, അവർക്കൊന്നും ഒരു രാജ്യത്തിന്റെ പേരില്ല. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. നൽകിയിട്ടുള്ള ചിത്രത്തിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഏതെല്ലാം രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുമ്പോൾ ഇത് പ്രത്യേകം എടുത്തെഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോട്ട് വേണമെന്നുള്ളൊരു കമന്റ് ചെയ്യുക. ഇപ്പൊ ഏതൊക്കെയാണ്? ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യ അല്ലെ, ഇന്ത്യ ഉണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ. നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. പിന്നെ ഏതാണ്? പാകിസ്ഥാൻ. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. പിന്നെ ഏതുണ്ട്? മാലിദ്വീപ് ഉണ്ട്, ശ്രീലങ്ക. പിന്നെ ഉള്ള ദ്വീപുകൾ നോക്കിയാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, മാലിദ്വീപ് ഒരു ദ്വീപാണ്. ഇങ്ങനെയുള്ള ദ്വീപുകളുണ്ട്. അപ്പൊ രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? മാലിദ്വീപ് ഉണ്ട്, ശ്രീലങ്കയും മാലിദ്വീപ് ഒക്കെ ഓരോ രാജ്യമാണ്. ശ്രീലങ്ക നമുക്കറിയാം, മാലിദ്വീപ് ചിലർക്കെങ്കിലും ഡൗട്ട് ഉള്ളതാണ്. മാലിദ്വീപ് ഒരു രാജ്യമാണ് കേട്ടോ. മാലിദ്വീപ് ഒരു രാജ്യമാണ്, അല്ല ഇന്ത്യയുടെ ഭാഗമൊന്നുമല്ല മാലിദ്വീപ്. മാലിദ്വീപ് ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ നമ്മുടെ പാകിസ്ഥാനെ പോലെ നമ്മുടെ ബ്രിട്ടനെ പോലെ ഒക്കെ എന്താണ് ഒരു രാജ്യമാണ് മാലിദ്വീപ്. അപ്പൊ മാലിദ്വീപ് ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, നേപ്പാൾ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്. ഓർക്കുക, ചൈനയും അഫ്ഗാനിസ്ഥാനൊന്നും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ചൈനയൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ചൈനയും അഫ്ഗാനിസ്ഥാനൊന്നും എന്തല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമല്ല എന്ന കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ്? അത് നോക്കാം നമുക്ക്. ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗം എന്ന് പറയുന്നത്. ഇവിടെയുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ടിയാൻഷാൻ ഉണ്ട്, കുൻലൂൺ ഉണ്ട്, കാരക്കോറം ഉണ്ട്, ഹിന്ദുക്കുഷ് ഉണ്ട് അല്ലെ. ഇതാണ് വടക്കുള്ള പർവ്വതനിരകൾ. പാകിസ്ഥാനിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര. ഇത് നോക്കൂ, പാകിസ്ഥാനിൽ ഹിന്ദുക്കുഷ്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയം. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതം. ഇവിടെ ഇങ്ങനെ നമ്മൾ വടക്ക് ഹിമാലയം എന്നാ പറഞ്ഞത്. ഇത് ഇങ്ങനെ വടക്ക് ഭാഗത്തോട്ട് വരും. ഇത് ഇത്രയും നീളത്തിന് ഇങ്ങനെ അങ്ങ് പോവേല്ലേ. അപ്പൊ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വതനിരയിലാണ്. ഏതിലാണ്? നമ്മുടെ ഹിമാലയ പർവ്വതനിരയിലാണ് ലോകത്തിലെ ഉയരം കൂടിയ ഒട്ടുമിക്ക കൊടുമുടികളും അല്ലെ. നമ്മുടെ മൗണ്ട് കെ2, മൗണ്ട് എവറസ്റ്റ്, ഇതൊക്കെ എവിടെയാണ്? ഹിമാലയ പർവ്വതനിരയിലാണ് ഉള്ളത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത്. ഹിമാലയത്തിന്റെ തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം, ഇവിടെ ഏത് സമതലമാണ് വരുന്നത്? ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന ഒരു മേഖലയാണിത്. ഇവിടെ നമുക്കുള്ളത് എന്തായിരുന്നു? ഉത്തര മഹാസമതലം അവിടെ വരുന്നത്. അപ്പോ ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഏതൊക്കെയാണ് നദികൾ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോ എങ്ങനെയാണ് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് നല്ലൊരു സമതലമായി മാറിയത്? എങ്ങനെയാണ്? നമ്മുടെ ഹിമാലയൻ നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ നിക്ഷേപിച്ചിട്ടുള്ള എക്കലുകൾ അടിഞ്ഞാണ് ഈ പ്രദേശം ഒരു സമതലമായി മാറിയത്. ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത്? ഉത്തര മഹാസമതലം. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ഉത്തര മഹാസമതലം അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ? ഫലഭൂയിഷ്ടമായ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രദേശം, നദികളാൽ ജലസമൃദ്ധമാണ്, ജനനിബിഡമാണ്. അപ്പൊ അവിടെ കാർഷിക വൃത്തി കൂടുതലായി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവിടെ എന്തായാലും ജനനിബിഡമായിരിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിന് തെക്കുഭാഗം പീഠഭൂമിയാണ്. ഉത്തര മഹാസമതലത്തിന് തെക്കുഭാഗം പീഠഭൂമിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ തെക്ക്
നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. ഈ ഉത്തരമഹാസമതലത്തിന്റെ തെക്ക് ഭാഗം പീഠഭൂമിയാണ്. ഇവിടെ ഇത്രയും ഭാഗം എന്താണ്? പീഠഭൂമിയാണ്. നമ്മുടെ ഡെക്കാൻ പീഠഭൂമി, പിന്നെന്താണ് നമ്മുടെ വയനാട്, നമുക്കുണ്ട് കേരളത്തിലുണ്ട് ഒരു പീഠഭൂമി, വയനാട് പീഠഭൂമിയൊക്കെ ഉള്ള ഈ ഭാഗം ഇതാണ് ഉത്തരമഹാസമതലത്തിന്റെ തെക്ക് ഭാഗം പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുണ്ട്. ഉത്തര മഹാസമതലത്തിന് തെക്കു ഭാഗം പീഠഭൂമിയാണ്. അപ്പൊ എവിടെയാണ് ഉത്തര സമതലത്തിന്റെ തെക്കു ഭാഗം? അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഉത്തര മഹാസമതലം വരുന്നത്. ഇതിന്റെ തെക്കു ഭാഗം എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ തെക്കു ഭാഗം. ഈ തെക്ക് ഭാഗം എന്ന് പറയുന്നത് പീഠഭൂമിയാണ്. പീഠം പോലിരിക്കുന്ന ഭൂവിഭാഗമാണ് പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുണ്ട്. എത്ര മുതൽ എത്ര വരെ? 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുണ്ട് നമ്മുടെ ഈ പീഠഭൂമിക്ക്. ഏറെക്കുറെ ത്രികോണ ആകൃതിയിലുള്ള ഈ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്? ഏറെക്കുറെ ത്രികോണ ആകൃതിയിൽ. നമ്മൾ കാണുമ്പോൾ അറിയാം ഇവിടെ ഇങ്ങനെയാണ്, അതല്ലേ? നമ്മുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇങ്ങനെ ഉത്തര മഹാസമുദ്രം വ്യാപിച്ച് കിടപ്പുണ്ട്. അപ്പൊ കറക്റ്റ് കണ്ടത് ഒരു ട്രയാങ്കുലാർ ഷേപ്പിൽ, ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കുലാർ ഷേപ്പിലാണ് കിടക്കുന്നത്, അല്ലെ? ഒരു ട്രയാങ്കുലാർ ഷേപ്പില് ഇങ്ങനെ വരും, അല്ലെ? ഇങ്ങനെ വരും നമ്മുടെ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എന്തെന്ന് അറിയപ്പെടുന്നു? ഉപദ്വീപീയ പീഠഭൂമി. ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ഇങ്ങനെ വരച്ചേ ഉള്ളൂ. ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉള്ള എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? ഉപദ്വീപീയ പീഠഭൂമി ഉൾപ്പെട്ടിട്ടുണ്ട്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇത് ഇത്രയും ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയും ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവ ഉൾപ്പെടുന്നതാണ് എന്ത്? നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി. നമ്മുടെ എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഉപദ്വീപീയ പീഠഭൂമിയല്ല, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം. എന്തൊക്കെ ഉൾപ്പെടുന്നു? ഉപദ്വീപീയ പീഠഭൂമി, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇത് ഇത്രയും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട പ്രദേശമാണ് ഥാർ മരുഭൂമി. ഇതാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇതിന്റെ വടക്ക് ഭാഗത്തായി, ഇതാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗം എന്ന് പറയുന്നത്. അതിന്റെ വടക്ക് ഭാഗത്തായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്നു നമ്മുടെ ഥാർ മരുഭൂമി. നമ്മുടെ രാജസ്ഥാൻ ഭാഗത്ത് ഇങ്ങനെയാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ ഥാർ മരുഭൂമി കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മാപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോന്നിന്റെയും പൊസിഷൻ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. അടുത്ത ചിത്രം 6.3 നിരീക്ഷിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ചിത്രം 6.3 എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത്. മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന ദ്വീപ് രാഷ്ട്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? മാലിദ്വീപ്, ശ്രീലങ്ക. മാലിദ്വീപും ശ്രീലങ്കയാണ് ദ്വീപ രാഷ്ട്രങ്ങൾ. ദ്വീപ സമൂഹങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറുമാണ് ദ്വീപ സമൂഹങ്ങൾ. അപ്പൊ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ 6.4, 6.5 താരതമ്യം ചെയ്ത് അവ ഏതൊക്കെ ഭൂപ്രദേശങ്ങളിലെ ജീവിതത്തെ സൂചിപ്പിക്കുന്നു എന്ന് തരംതിരിച്ചറിയുക. അപ്പൊ ഇത് ഏതൊക്കെ ഭൂപ്രദേശത്തെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ തരംതിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കണ്ടില്ല, ഇവിടെ മരുഭൂമിയാണ്. ഇതെന്താണ്? ഇതൊരു കടലോര പ്രദേശമാണ്, അല്ലെ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥാ സവിശേഷതകളാണ് ഉള്ളത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡം പൊതുവെ
മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥ പൊതുവെ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എന്തെന്ന് പറയും? മൺസൂൺ കാലാവസ്ഥ എന്ന് പറയും. പക്ഷെ നമുക്ക് ഒത്തിരി പലതരത്തിലുള്ള കാലാവസ്ഥ അതുകൊണ്ട് നമുക്ക് മരുഭൂമിയുണ്ട്, കടൽ പ്രദേശമുണ്ട്, മഞ്ഞു വീഴ്ചയുള്ള സ്ഥലങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്നിരുന്നാലും പൊതുവെ അറിയപ്പെടുന്നത് എന്താണ്? മൺസൂൺ കാലാവസ്ഥ എന്നാണ്. അനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദി, ആരാണ്? അൽ മസൂദിയുടെ കൃതികളിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അടുത്തത് വരുന്നത് സൂര്യന്റെ അയനമാണ്. നോക്കാം. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും, അതായത് 23.5 ഡിഗ്രി വടക്ക്, ദക്ഷിണായന രേഖയ്ക്കും, അതായത് 23.5 ഡിഗ്രി തെക്ക് ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം. അപ്പോൾ നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുന്നു, അതായത് ഭൂമി പരിക്രമണം ചെയ്യുന്നുണ്ട്. ഭൂമി ഇങ്ങനെ പരിക്രമണം ചെയ്യുന്നു. ഭൂമിക്ക് ഒരു അച്ചുതണ്ടിന്റെ ഒരു ചരിവുണ്ട്. ഇതിന്റെയും ഫലമായി ഭൂമി ഇങ്ങനെ പരിക്രമണം ചെയ്യുമ്പോൾ സൂര്യന്റെ സ്ഥാനം, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ എന്ത് ചെയ്യുന്നു? മാറി മാറി വരുന്നു. ഈ പ്രതിഭാസത്തെയാണ് സൂര്യന്റെ അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിന്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം. അപ്പൊ സൂര്യന്റെ അയനം മൂലം നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ, അപ്പൊ ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കും. നമുക്കറിയാം 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഉത്തരായന രേഖയ്ക്ക് മുകളിലായിരിക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കും. അപ്പോൾ അവിടെ എന്താണ്? കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഈ സമയത്ത് കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ചൂടുപിടിച്ച് ഉയരുന്ന കരഭാഗത്തെ വായു എന്ത് ചെയ്യും? സമുദ്രഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശി ആ ചൂടുപിടിച്ച വായുവിനെയും കൂടെ തണുപ്പിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എന്തുണ്ടാക്കുന്നു? മഴ ഉണ്ടാക്കുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. ദക്ഷിണായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കുമ്പോൾ, അപ്പൊ ദക്ഷിണായന കാലം എന്ന് പറയുമ്പോൾ എന്താണ്? 23.5 ഡിഗ്രി തെക്ക് പോകും. നമുക്ക് ദക്ഷിണായന രേഖ നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. എവിടെയാണ് വരുന്നത്? ഉത്തരായന രേഖ ഏകദേശം ഇങ്ങനെ കടന്നു പോകുന്നു. ഉത്തരായന രേഖ ഇങ്ങനെ പോകുന്നു അല്ലെ? ഇവിടെയാണ് ഉത്തരായന രേഖ ഏകദേശം വരുന്നത്. ദക്ഷിണായന രേഖ എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമധ്യ രേഖയ്ക്കും താഴെ ആയിട്ട് വരും. നമ്മൾ ഭൂമധ്യ രേഖയ്ക്ക് താഴെയല്ല, ഭൂമധ്യ രേഖയ്ക്ക് മുകളിലാണ്. ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിലാണ്, അറിയാലോ. അപ്പൊ ഇങ്ങ് ഭൂമധ്യ രേഖയ്ക്കും താഴെയാണ് എന്താ? ദക്ഷിണായന രേഖ വരുന്നത്. അപ്പൊ ദക്ഷിണായന കാലത്ത് സൂര്യൻ എവിടെ വരും? ദക്ഷിണായന രേഖയിൽ എവിടെ വരും? ദക്ഷിണായന രേഖയിൽ വരും. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ സൂര്യൻ എവിടെയാണ് വരുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലാണ് അല്ലെ? ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലാണ് സൂര്യൻ വരുന്നത്. അപ്പൊ ആ സമയത്ത് സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ച് ഉയരും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വായു ചൂടുപിടിച്ച് ഉയരും. ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശും. അപ്പോൾ ഇങ്ങനെ ഇവിടത്തെ വായു ചൂടുപിടിച്ച് ഉയരുമ്പോഴത്തേക്കും അവിടെ നിന്ന് എന്ത് ചെയ്യും? അവിടെ നിന്ന് ഉത്തര ദിക്കിൽ മുകളിൽ നിന്നുള്ള കാറ്റ് താഴേക്ക് വീശും. ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. അപ്പൊ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്നാണ് ഈ കാറ്റ് വീശുന്നത്. അപ്പൊ ആ കാറ്റ് എന്താണ്? പൊതുവെ വരണ്ട കാറ്റാണ് വീശുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മഴയുടെ അളവ് പൊതുവെ കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പൊ നമുക്ക് കിഴക്ക് ഭാഗത്ത് എന്ത്
കിടപ്പുണ്ട്, ബംഗാൾ ഉൾക്കടൽ കിടപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ ബംഗാൾ ഉൾക്കടൽ കിടപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ നിന്നും വീശുന്ന കാറ്റ് എങ്ങനെയാണ്? ഈർപ്പമുള്ള കാറ്റാണ്. അപ്പൊ അത് വീശി അടിക്കുന്നതോടുകൂടി എന്ത് ചെയ്യുന്നത്? ഈ ഭാഗത്തോട്ടൊക്കെ നല്ല വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ ഞാൻ അതിന് മറുപടി തീർച്ചയായും തരുന്നതാണ്. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും ഒരേ അളവിലല്ല മഴ ലഭിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്. അപ്പൊ അക്ഷാംശ സ്ഥാനം എങ്ങനെ കാലാവസ്ഥയെ ബാധിക്കുന്നു നമ്മളിപ്പോ കണ്ടു അല്ലെ? ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾക്കിടയിൽ നമ്മുടെ സൂര്യൻ വരുമ്പോൾ അവിടെ എന്താണ്? മഴ. സൂര്യപ്രകാശത്തിന്റെ അളവ് വ്യത്യാസപ്പെടുന്നു, സമുദ്ര സാമീപ്യം വ്യത്യാസപ്പെടുന്നു. പിന്നെന്താണ്? ഭൂപ്രകൃതിയിൽ മാറ്റം വരുന്നു, കാറ്റിന്റെ ദിശയിലൊക്കെ മാറ്റം വരുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. നമുക്കറിയാം ഉത്തരായന രേഖ നമ്മുടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഈ ഉത്തരായന രേഖയ്ക്ക് അപ്പുറവും ഇപ്പുറവും വ്യത്യസ്ത കാലാവസ്ഥയാണ്. നമുക്ക് നല്ലോണം അറിയാം, നമ്മുടെ ജമ്മു കാശ്മീർ, ഡൽഹി മേഖലകളിലൊക്കെ നല്ല തണുപ്പുണ്ട് അല്ലെ? ജമ്മു കാശ്മീരിന്റെ ഈ ഹിമാലയത്തിലൊക്കെ എന്താണ്? മഞ്ഞാണ്, നിറയെ മഞ്ഞാണ്. പക്ഷെ ആ മഞ്ഞ് വല്ലതും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? നമുക്കൊക്കെ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും അത്രയും ഒരു മഞ്ഞ് വീഴ്ച നമുക്ക് അനുഭവപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമുക്ക് എപ്പോഴും ഒരു ഒരു 15, നമുക്കെപ്പോഴും ഒരു 20 ഡിഗ്രിക്ക് മുകളിലൊക്കെ താപനില എപ്പോഴും ഉണ്ട്. നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് 30-ന് പുറത്തും പോയിട്ടുണ്ട് അല്ലെ? പക്ഷെ ഡൽഹിയിലൊക്കെ അങ്ങനെയല്ല. ഡൽഹിയിലൊക്കെ നല്ല തണുപ്പുള്ള സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് പറയുന്നത്, ഈ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും കാലാവസ്ഥയ്ക്ക് നല്ല മാറ്റമുണ്ട്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥ. ഓർക്കുക, ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്ത് കാലാവസ്ഥയാണ്? ഉഷ്ണ കാലാവസ്ഥയാണ്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിൽ അന്തരം പൊതുവെ മിതമായിരിക്കും അല്ലെ? നമുക്കൊരു വലിയൊരു ഡിഫറൻസ് ഉഷ്ണകാലത്തുള്ള ചൂടിനും തണുപ്പ് കാലത്തുള്ള ചൂടിനും തമ്മിൽ എന്തില്ല? ഒരു വലിയ വ്യത്യാസമൊന്നും ഇല്ല. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനില അന്തരം പൊതുവെ കൂടുതലായിരിക്കും. മൂന്നാർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ദിയ തിരുവനന്തപുരത്ത് തന്റെ വീട്ടിലേക്ക് എഴുതിയ കത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ. അപ്പൊ ഈ കുട്ടി മൂന്നാർ സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ കുട്ടി, ഇനി ഒരു ഉള്ളടക്കം പറയാം. ഈ കുട്ടി അവിടെ ഭയങ്കര തണുപ്പാണ്, പച്ചവെള്ളത്തിൽ കുളിക്കാൻ പോലും കഴിയുന്നില്ല, സ്വെറ്റർ ഇട്ടാണ് സ്കൂളിൽ പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇതിന് കാരണം? നമ്മൾ പറഞ്ഞു, നമ്മൾ ഉഷ്ണമേഖലയിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ തണുപ്പ്? മഞ്ഞുവീഴ്ചയൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പ് അനുഭവപ്പെടാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ഈ മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു, ക്രമമായ താപനഷ്ട നിരക്ക്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ നമ്മൾ പോകുമ്പോഴും ഓരോ ഡിഗ്രി വെച്ച് താപനില കുറയുന്നു. ട്രോപ്പോസ്ഫിയറിലാണ് ക്രമമായ താപനഷ്ട നിരക്ക് സംഭവിക്കുന്നത്. ഓരോ 165 മീറ്റർ ഉയരം പോകുമ്പോഴും 1 ഡിഗ്രി വെച്ച് താപനില കുറയുന്നു. അപ്പൊ ഇതാണ് ഊട്ടി, മൂന്നാർ എന്നിവിടങ്ങളിലൊക്കെ തണുത്ത കാലാവസ്ഥയ്ക്ക് കാരണം. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. ദേ കണ്ടോ, ഇങ്ങനെ കാറ്റ് ഈർപ്പോൾ. ഇവിടെ സമുദ്രം ഉണ്ടെന്ന് വിചാരിച്ചോ? ഈ പർവ്വതത്തിന്റെ ഈ ഭാഗത്തോട്ടൊക്കെ സമുദ്രമുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റ് ഇങ്ങനെ വീശിയടിച്ച് വരികയാണ്. അപ്പൊ ഈ പർവ്വതം മല പോലെ അങ്ങ് നിൽക്കുകയാണ്. ഇത് അങ്ങോട്ട് വിടത്തില്ല. അത് വിടാതെ അവിടെ തന്നെ തടഞ്ഞു നിർത്തി അവിടെ നിന്ന് തണുത്ത് മേഘമായിട്ട് എന്ത് ചെയ്യും? അവിടെ തന്നെ മഴ പെയ്യിക്കും. അപ്പൊ ഇങ്ങനെ പർവ്വതങ്ങൾ നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. സഹ്യപർവ്വത നിരയുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം ഇപ്പോൾ ബോധ്യമായില്ലേ? നമുക്കറിയാം, കേരളം അത്യാവശ്യം നല്ല മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ തമിഴ്നാട് അങ്ങനെയാണോ? അല്ല, അവരെപ്പോഴും ജലദൗർലഭ്യം നേരിടുന്നവരാണ്. ചെന്നൈയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവുമെങ്കിലും പ്രധാനമായിട്ട് അവരുടെ കൃഷി ചെയ്യുന്ന ഇടങ്ങളിലൊന്നും എന്തില്ല? വെള്ളമില്ല. അപ്പൊ ഈ തമിഴ്നാട് എന്ന് പറയുന്നത് ഒരു മഴ നിഴൽ പ്രദേശമാണ്. അപ്പൊ അപ്പുറം സൈഡില് ഒരു മഴ
മഴക്കോൾ എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു മഴക്കോൾ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുമ്പോൾ, ഇപ്പോൾ പർവ്വതനിരകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വീശുമ്പോഴാണ് ഇവിടെ തടഞ്ഞു നിർത്തുന്നത്. അതിന് സമാന്തരമായിട്ട് അതിന്റെ അതേ ദിശയിൽ വീശുന്ന കാറ്റ് എന്ത് ചെയ്യുന്നു? തടസ്സങ്ങളില്ലാതെ കടന്നു പോകുന്നതിനാൽ മഴ പെയ്ക്കാതെ കടന്നു പോകുന്നു. അപ്പൊ പർവ്വതമുണ്ട്, പക്ഷെ കാറ്റ് അതിന് സമാന്തരമായിട്ടാണ് വീശുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ കഴിയില്ല? തടഞ്ഞു നിർത്താൻ കഴിയില്ല. അപ്പൊ അവിടെ മഴ പെയ്യില്ല, മഴ പെയ്യാതെ തന്നെ കടന്നു പോകും. രാജസ്ഥാനിലെ അരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണം ഇതാണ്. അരാവല്ലി അല്ലെങ്കിൽ നമ്മുടെ ആരവല്ലി പർവ്വത നിരകൾ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശമാണ് ആ ധാർ മരുഭൂമിയൊക്കെ വരുന്നത്. അത് മരുഭൂമിയാകാൻ കാരണം എന്താണ്? ആരവല്ലി പർവ്വത നിരയ്ക്ക് സമാന്തരമായിട്ടാണ് കാറ്റ് വീശുന്നത്. അപ്പൊ എന്താണ്? ഒരു തടസ്സവും ഇല്ലാതെ കാറ്റ് അങ്ങ് മഴയൊന്നും പെയ്ക്കാതെ കടന്നു പോകുന്നു. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. നമുക്കറിയാം, കാറ്റിന്റെ ദിശയും അതിലെ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും അനുഭവപ്പെടുന്ന ഈ പ്രാദേശിക വ്യത്യാസങ്ങൾ ജനജീവിതത്തിൽ വൈജാത്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ജനങ്ങളുടെ ഭക്ഷണ രീതികൾ ഒരുപോലെയാണോ? ആണോ? നമ്മൾ പഞ്ചാബി ഹൗസ് സിനിമയിൽ പറയുന്നത് പോലെ ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ചോറ് കഴിക്കണം. അവരെന്താ കഴിക്കുന്നത്? അവർ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പൊ നമ്മൾ ചോറ് ചോദിക്കുമ്പോൾ നമ്മൾ കള്ളനെന്ന് വിചാരിച്ച് അവരുടെ നമുക്ക് ഇടി കിട്ടും. അപ്പൊ എന്താണ്? നമ്മുടെ ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ഭക്ഷണ രീതി തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാശ്മീരിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ഒരുപോലെയാണോ? ആണോ? അവരുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് തണുത്ത കാലാവസ്ഥ. അവർ സ്വെറ്ററൊക്കെ ഇട്ടാണ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ ആളുകൾ സ്വെറ്റർ ഇട്ട് നടക്കാറുണ്ടോ? ചൂടെടുത്ത് ചത്തുപോകും അല്ലെ? പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണോ ഉത്തര സമതലത്തിലും കൃഷിയായി ചെയ്യുന്നത്? മുഖ്യമായി കൃഷി ചെയ്യുന്നത് ആണോ? നമ്മൾ ഇവിടെ നെൽകൃഷിയൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. നെൽകൃഷി, പിന്നെ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഏലം, കാപ്പി, തേയില എന്നിവയൊക്കെ. അതാണോ ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ ചെയ്യുന്നത്? അവർ കൂടുതലായിട്ടും ഗോതമ്പൊക്കെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഈ വിള കണ്ടില്ലേ, ഇവിടുത്തെ ഏലമാണ്, ഇത് ഗോതമ്പാണ്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം. ഇത് വളരെയധികം ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് അവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും അനുസരിച്ചുള്ള വസ്തുവകകളാണ് അവരവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും കാശ് കുറച്ച് വാങ്ങാൻ കഴിയുന്നത്, അല്ലെ, അവർക്ക് കൂടുതലായിട്ടും ലഭ്യമാകുന്നത് അത്തരം വിളകളായിരിക്കും. അപ്പൊ അത് വെച്ചുള്ള ആഹാരങ്ങളായിരിക്കില്ലേ അവർ കൂടുതൽ കഴിക്കുന്നത്. അതായത് നമ്മുടെ ഉത്തരേന്ത്യൻസ് കൂടുതൽ ഗോതമ്പ് കഴിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവരവിടെ ഗോതമ്പ് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. അവർക്കത് വളരെ വലിയൊരു വില കൊടുക്കാതെ തന്നെ അവർക്ക് എല്ലാവർക്കും വാങ്ങി ഉപയോഗിക്കാം. ചിലർക്ക് കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാങ്ങി ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അവര് ഗോതമ്പിലെ ഫുഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. നമ്മളാണെങ്കിലോ ഇവിടെ നെൽകൃഷിയാണ് കൂടുതൽ, അല്ലേ? അപ്പൊ നമുക്ക് കൂടുതൽ കിട്ടുന്നത് അരി ആഹാരമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതൽ അരി ആഹാരം കഴിക്കുന്നു. പിന്നെ നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മുടെ വസ്ത്രധാരണം പോകുന്നത്. ആഘോഷങ്ങൾ, നമ്മൾ വിഷുവും ഓണവും ഒക്കെ ആഘോഷിക്കാറുണ്ട്. എന്തുമായി ബന്ധപ്പെട്ട്? കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നത്. അതുപോലെ ഉത്തരേന്ത്യക്കാർക്ക് അവരുടേതായ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതാവുകയും ചെയ്യുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും, അപ്പൊ നമുക്ക് നല്ല മഴ ലഭിക്കാറുണ്ട്, നമ്മളിങ്ങനെ നെല്ലും. മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യ വിളകൾ. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നു. അപ്പൊ ഇവിടെ ജലത്തിന്റെ ലഭ്യത, ഏത് മാസത്തിൽ വിത്ത് വിതയ്ക്കുന്നു, ഏത് മാസത്തിൽ വിളവെടുക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ടേബിൾ ആയിട്ട് തന്നെ ഞാൻ നോട്ടിൽ തരുന്നുണ്ട്. അപ്പൊ നോട്ട് വേണ്ടവർ കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ നെല്ലിന് ധാരാളം ജലം ആവശ്യമാണ്. ജൂൺ മാസത്തിൽ വിത്ത് വിതയ്ക്കുന്നു, സെപ്റ്റംബർ മാസത്തിൽ വിളവെടുക്കുന്നു. ഗോതമ്പ് മിതമായ അളവിൽ ജലം ആവശ്യമാണ്. ഗോതമ്പിന് മിതമായ അളവിൽ മതി ജലം. ഇത് വിത്ത് വിതയ്ക്കുന്നത് ഒക്ടോബറിലാണ്, വിളവെടുക്കുന്നത് മാർച്ചിലാണ്. നമുക്ക് വിത്ത് വിതയ്ക്കുന്ന മാസവും വിളവെടുക്കുന്ന മാസവും ഒക്കെ വേണം.
തണ്ണിമത്തൻ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. അപ്പൊ നമുക്കറിയാം തണ്ണിമത്തൻ അത്യാവശ്യം ചൂടുള്ള സ്ഥലത്തൊക്കെ വളരുന്ന ഒരു ചെടിയാണ്. പക്ഷെ മരുഭൂമിയിൽ വളരില്ല. കാര്യം എന്താണ്? മിതമായ അളവിലെങ്കിലും എന്ത് ഒഴിച്ചു കൊടുക്കുക? വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല വരണ്ട പ്രദേശമാണ്. അധികം മഴ ലഭിക്കാത്ത സ്ഥലത്താണെങ്കിൽ മിതമായ അളവിൽ അതിന് എന്ത് ആവശ്യമുണ്ട്? ജലസേചന സൗകര്യം ആവശ്യമാണ്. ഏപ്രിൽ വിത്ത് വിതച്ച് ജൂണില് വിളവെടുക്കുന്ന വളരെ ചെറിയൊരു ടൈം പീരീഡ് മാത്രമാണ് തണ്ണിമത്തനൊക്കെ ഉള്ളത്. വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നു. ഇതാണ് കാർഷിക കാലങ്ങൾ. ഇന്ത്യയിൽ പ്രധാനമായും 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ്, റാബി, സെയ്ദ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ധാരാളം മഴ വേണം, പിന്നെന്താണ്? ഊഷ്മാവും വേണം. അപ്പൊ മഴ പെയ്ത ശേഷം ഊഷ്മാവ് കൂടി വരുന്നു. അപ്പൊ മൺസൂണിനോട് ചേർന്ന്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്നാണ് ഖാരിഫ് കാലം വരുന്നത്. അവിടെ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടെ ആരംഭിക്കുന്നതാണ് റാബി. അപ്പൊ റാബി ശൈത്യകാലത്തിന്റെ വരവോടെ, ശൈത്യകാലം ആരംഭിക്കുമ്പോഴാണ് റാബി കൃഷി ചെയ്യുന്നത്. ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് ഏത്? റാബി എന്ന് പറയുന്നത്. സെപ്റ്റംബർ മാസം. റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവയാണ് ഈ സമയത്ത് കൃഷി ചെയ്യുന്നത്. ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിലാണ് ഇവ കൃഷി ചെയ്യുന്നത്. അപ്പൊ വെള്ളം വേണം, വേണ്ടാന്നല്ല, എന്താണ്? വളരെ കുറഞ്ഞ അളവിൽ മതി. അപ്പൊ റാബിക്ക് ശേഷമാണ് വരുന്നത്. ഇത് ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് എന്നുകൂടി ഓർക്കുക. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. കറക്റ്റ് ഇങ്ങനെയൊന്നുമല്ല, മൊത്തത്തിൽ പറയുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. പ്രാദേശിക വ്യതിയാനങ്ങൾ ഉണ്ട്. അടുത്ത ഭക്ഷ്യവിളകൾ. ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്റ, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയില് നെല്ല്, ഗോതമ്പ്, പിന്നെന്താണ്? പരുക്കൻ ധാന്യങ്ങളായ ബജ്റ, ചോളം, റാഗി ഇവയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പയർ, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങളാണ് പയറും തുവരയും. നാണ്യവിളകൾ. വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. അപ്പൊ എന്താണ് നാണ്യവിളകൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ നാണ്യവിളയിൽ ഉൾപ്പെടുന്നു. നാരുവിള. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. ഏതൊക്കെയാണ്? പരുത്തിനാരും ചണനാരുമാണ് പ്രധാന നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ്. എണ്ണക്കുരുക്കൾ. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി. നമ്മൾ കേട്ടിട്ടുള്ള കടുക് എണ്ണ, സൂര്യകാന്തി, സൺഫ്ലവർ ഓയിൽ, നിലക്കടല കൊണ്ടുള്ള ഓയിൽ, സോയാബീൻ കൊണ്ടുള്ള ഓയിൽ എന്നിവയൊക്കെ ഇതിൽ പെടുന്നു. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയൊക്കെ ഇന്ത്യയിൽ കൃഷി ചെയ്യാറുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളാണ്. നമുക്കറിയാം തേയില, കാപ്പി, റബ്ബർ ഇതൊക്കെ തോട്ടവിളകളാണ്. വിവിധ തരം വിളകളെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇവയെല്ലാം കൃഷി ചെയ്യുന്നത് ഒരേ രീതിയിലാണോ? ആണോ? അല്ല, പലതിനും പല രീതിയിലാണ്. തേയിലയും റബ്ബറും കാപ്പിയും ഒക്കെ എന്താണ്? തട്ടായിട്ടാണ് കൃഷി ചെയ്യുന്നത്. പക്ഷെ കിഴങ്ങും സുഗന്ധദ്രവ്യങ്ങളൊന്നും അങ്ങനെയല്ല. അപ്പൊ കൃഷിയും പലതരത്തിലുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിഭൂമിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതിക വിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷിരീതികൾ നിലനിൽക്കുന്നുണ്ട്. പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വ്യത്യസ്ത വാണിജ്യ കൃഷി, വിസ്തൃത വാണിജ്യ കൃഷി, വാണിജ്യധാന്യ കൃഷി,
ക്ഷീര കൃഷി, തോട്ടവിള കൃഷി, പുഷ്പഫല കൃഷി തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ വിവിധ കൃഷിരീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത അധ്യായത്തിലൂടെ മനസ്സിലാക്കാമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ കാലാവസ്ഥയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജലലഭ്യതയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള കൃഷിരീതികൾ ഇപ്പോൾ നിലവിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ നോട്ട് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത ഒരു ചാപ്റ്ററോട് കൂടി നമ്മൾ 7ാം ക്ലാസ്സിലെ പാർട്ട് 1 സോഷ്യൽ സയൻസ് പാർട്ട് 1 തീരുന്നതാണ്. അടുത്ത പാർട്ട് 2 നമ്മൾ അടുത്ത ആഴ്ച കൊണ്ട് തന്നെ തീർക്കാൻ നോക്കാം. എനിക്ക് 2 ദിവസം സുഖം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അടുത്ത ക്ലാസ് ഇടാൻ ഇത്രയും ലേറ്റ് ആയത്. അപ്പൊ ഇനി ലേറ്റ് ആകത്തില്ല, നമ്മൾ കറക്റ്റ് ടൈമിന് ക്ലാസ് അപ്ലോഡ് ചെയ്ത് പോകുന്നതാണ്. ഉടനെ തന്നെ നമുക്ക് SCERT മുഴുവനായിട്ടും തീർക്കണം. അപ്പൊ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, കമന്റ് ചെയ്യുക, നോട്ട് വേണമെന്നുള്ളത് ചോദിക്കുക. നോട്ട് വേണ്ടാത്തവർ ഇത് കണ്ടിട്ട് എഴുതിയെടുത്താലും മതി. എന്റെ നോട്ട് തന്നെ വെച്ച് നിങ്ങൾ പഠിക്കണം നിർബന്ധമില്ല. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് നോട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യുക എന്ന്. അപ്പൊ എന്തായാലും ക്ലാസ് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.